नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 62. ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു. പേജ് നമ്പർ 617. പ്രിയപ്പെട്ട ഭഗവാനേ, അങ്ങു ജീവാത്മാക്കളുടെയെല്ലാം പ്രിയങ്കരനായ പരമാത്മാവും എല്ലാറ്റിൻ്റെയും പരമനിയന്താവും ആകുന്നു. മിഥ്യാഭ്രമത്തിൽ ഉഴലുന്ന മനുഷ്യജീവി ആത്യന്തികമായ മരണത്തെക്കുറിച്ചു ഭീതനാണ്. സുഖഭോഗങ്ങളിൽ ആസക്തനായ മനുഷ്യൻ ദയനീയമായ ഭൗതികാവസ്ഥയെ സ്വമേധയാ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ഇന്ദ്രിയ സുഖമാകുന്ന തീപ്പിശാചിൻ്റെ പിമ്പെ അലഞ്ഞുതിരിയാനിടയാകുന്നു. അവനെപ്പോലെ മറ്റൊരു വിഡ്ഢിയില്ല. എന്തെന്നാൽ അവൻ അമൃതം തിരസ്കരിച്ചു വിഷം കുടിക്കുന്നു. ഭഗവാനേ, ഞാനും ബ്രഹ്മദേവനും ഉൾപ്പെടെയുള്ള ദേവഗണങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ ആസക്തികളെയും വിട്ടകന്ന നിർമ്മല ഹൃദയരായ പുണ്യാത്മാക്കളും മഹർഷിമാരും അവിടുത്തെ അനുഗ്രഹത്താൽ പൂർണ്ണ മനസ്സോടെ അങ്ങയുടെ പാദപദ്മങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജീവനും ആത്മാവുമാണങ്ങ്. അതുമല്ല, അങ്ങയെ സർവേശ്വരനായി ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണു ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ആദിമൂലമാണങ്ങ്. ഇതിൻ്റെ പരമരക്ഷകനും അങ്ങാണ്. ഇതിൻ്റെ സംഹാരത്തിനു കാരണൻ അങ്ങു തന്നെ. അങ്ങേക്കു എല്ലാവരോടും സമഭാവനയാണുള്ളത്. അങ്ങ് ജീവാത്മാക്കൾക്കൊക്കെ ശാന്തി അരുളുന്ന ഉത്തമ സുഹൃത്തുമാണ്. ഞങ്ങൾക്കൊക്കെ അത്യന്തം ആരാധ്യനായ വസ്തുവും അങ്ങു തന്നെ. ഭഗവാനേ, ഈ ഭൗതികമായ ഊരാക്കുടുക്കിൽ നിന്നു മോചനം നേടാനായി അവിടുത്തെ സർവാതിശായിയായ സ്നേഹസേവനത്തിൽ നിരതനാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ബാണാസുരൻ എനിക്ക് അത്യന്തം പ്രിയങ്കരനാണെന്നു കൂടി അവസാനമായി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. അവൻ എനിക്കു നൽകിയിട്ടുള്ള സേവനങ്ങൾ അമൂല്യങ്ങളാണ്. അതിനാൽ അവനെ സദാ സന്തുഷ്ടനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനിൽ സംപ്രീതനായ ഞാൻ അവൻ്റെ രക്ഷ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഭഗവാനേ, ഇവൻ്റെ പൂർവപിതാക്കളായ പ്രഹ്ലാദനിലും ബലി മഹാരാജാവിലും അങ്ങു സംപ്രീതനാണല്ലോ. അതുപോലെ ഇവനിലും സംപ്രീതനാകണമെന്നു ഞാൻ അപേക്ഷിക്കുന്നു.
ശിവന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭഗവാൻ എന്നു സംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അരുളി ചെയ്തു, പ്രിയപ്പെട്ട മഹാദേവ, അങ്ങു പറഞ്ഞതൊക്കെ നാം സ്വീകരിച്ചിരിക്കുന്നു. ബാണാസുരന്റെ കാര്യത്തിലുള്ള അങ്ങയുടെ താത്പര്യങ്ങളും നാം അംഗീകരിക്കുന്നു. ഈ ബാണാസുരൻ ബലി മഹാരാജാവിൻ്റെ പുത്രനാണെന്ന് നമുക്കറിയാം. അങ്ങനെയിരിക്കെ എനിക്കയാളെ വധിക്കാനാവില്ല. കാരണം അതെൻ്റെ വാഗ്ദാനമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരസുരനെയും വധിക്കില്ലെന്നു മഹാരാജ പ്രഹ്ലാദനു നാം വരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ദുരഭിമാനം നശിപ്പിക്കാൻ നാം അവൻ്റെ കൈകൾ മാത്രം ഛേദിച്ചത്. അയാളുടെ വമ്പിച്ച സൈന്യം ഭൂമിക്കു വല്ലാത്ത ഭാരമായി തീർന്നിരിക്കുന്നു. ആ ഭാരം കുറയ്ക്കാനാണു അവരെ മുഴുവനും നാം കൊന്നൊടുക്കിയത്. ഇനി ഇവനു 4 കൈകൾ അവശേഷിച്ചിട്ടുണ്ട്. ഭൗതിക സുഖദുഃഖങ്ങൾ ബാധിക്കാതെ ഇവൻ അമരനായി തീരും. അങ്ങയുടെ പ്രധാന ഭക്തന്മാരിൽ ഒരുവനാണിവനെന്നു നമുക്കറിയാം. അതിനാൽ ഇനിമേൽ ഇവന് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ടതില്ലെന്നു നാം ഉറപ്പു തരുന്നു. ഹരേ കൃഷ്ണ.